തെളിവുകൾ സഹിതമാണ് ഞങ്ങൾ കൊടുത്തത്. വ്യാജ വോട്ടർമാർ അവരുടെ പേരുകൾ പട്ടികയിൽ സ്ഥാനം പിടിച്ചത് വീടുകളുടെ അഡ്രസ്സിലല്ല. ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതൊരു ഷോപ്പിംഗ് കോംപ്ലക്സാണ്. ആ കെട്ടിടത്തിലാണ് വോട്ടർമാരുടെ പേര് കൂട്ടിച്ചേർത്തിട്ടുള്ളത്. അർഹരായ വോട്ടർമാരുടെ പേരുകൾ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തും അനർഹരെ വോട്ടർ പട്ടികയിൽ കൂട്ടിച്ചേർത്തുമുള്ള SIR പരിഷ്കരണം നിയമത്തിനും ചട്ടത്തിനും എതിരായി നടപ്പാക്കിയ കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ എന്ന നിലയിൽ വലിയ ആക്ഷേപം ഉയർന്നു വന്നിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് രത്തൻ കേൽക്കർ. ഞങ്ങൾ CPIM നേരത്തെ നൽകിയ നിരവധി പരാതികളുടെ കോപ്പികളിലൊന്നാണിത്. ഇതിൽ ഞങ്ങളെന്ന് പറഞ്ഞത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൻ്റെ ഭാഗമായി നടക്കുന്ന പ്രവർത്തനങ്ങളിൽ പല അപാകതകളും നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ അതൊന്നും പരിഹരിച്ചില്ലെന്ന് മാത്രമല്ല, ദിവസം കഴിയുന്തോറും നിയമത്തിനും ചട്ടങ്ങൾക്കും വിരുദ്ധമായി പല കാര്യങ്ങളും നടന്നു വരികയാണ്. ഇക്കാര്യത്തിൽ അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്നാണ് അക്കാലത്ത് ശനിയാഴ്ച തോറും CEO വിളിച്ചു ചേർക്കുന്ന രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗത്തിൽ വാക്കാലും രേഖാമൂലവുമായി കമ്മീഷൻ എഴുതി കൊടുത്ത പരാതികളിൽ പറഞ്ഞത്. ഇത് വ്യാജ വോട്ടർമാരെ അനധികൃതമായി വോട്ടർ പട്ടികയിൽ കൂട്ടിച്ചേർക്കുന്നത് സംബന്ധിച്ച് കൊടുത്ത പരാതിയുടെ ഒരു പകർപ്പാണ്. മറ്റ് പരാതികളുമുണ്ട്. തളിപ്പറമ്പ് അസംബ്ലി മണ്ഡലം, ഉദുമ, നാദാപുരം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലാണ് ഇത്തരത്തിൽ വ്യാജ വോട്ടർമാരെ ചേർക്കാൻ വേണ്ടി UDFന് സൗകര്യമൊരുക്കി കൊടുത്തത്. അന്ന് തന്നെ തെളിവുകൾ സഹിതമാണ് ഞങ്ങൾ കൊടുത്തത്. വ്യാജ വോട്ടർമാർ അവരുടെ പേരുകൾ പട്ടികയിൽ സ്ഥാനം പിടിച്ചത് വീടുകളുടെ അഡ്രസ്സിലല്ല. ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതൊരു ഷോപ്പിംഗ് കോംപ്ലക്സാണ്. ആ കെട്ടിടത്തിലാണ് വോട്ടർമാരുടെ പേര് കൂട്ടിച്ചേർത്തിട്ടുള്ളത്. മാത്രമല്ല, ഒരു കുടുംബത്തിൽ 16 പേരുണ്ടെന്നും അവരുടെ പേര് പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും UDFകാർ അപേക്ഷ കൊടുത്തപ്പോൾ ഉൾപ്പെടുത്തിയപ്പോൾ പട്ടികയിൽ ഒരേ വീട്ടു നമ്പറിൽ 16 മാതാപിതാക്കളുടെ പേരാണ് ഈ വോട്ടർമാർക്ക് നേരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതാവട്ടെ UDFൻ്റെ വോട്ടർമാരാണ്. ഒരിക്കലും ഒരു വീട്ടിൽ താമസിക്കുന്നവർ 16 മാതാപിതാക്കളോ ഭർത്താക്കന്മാരോ ഉണ്ടാവില്ല. അത് ഞങ്ങൾ നോക്കിയപ്പോൾ അത് ഫോട്ടോഗ്രാഫിൽ കാണിക്കുന്ന ഇത്തരമൊരു കെട്ടിടത്തിലാണ് അവരുടെ പേരുകൾ ചേർത്തത്. ഒരു വീടല്ല, പണി പൂർത്തീകരിക്കാത്ത ഷോപ്പാണിത്. ഇങ്ങനെ തെളിവുകൾ സഹിതം UDF വ്യാജ വോട്ടർമാരെ ചേർക്കുന്നു എന്നത് കൊടുത്തത് പരിഗണിക്കാതെ വോട്ടർ പട്ടികയിൽ അനർഹരായവരെ കൂട്ടിച്ചേർക്കാൻ അവസരം കൊടുത്ത മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറാണ് രത്തൻ കേൽക്കർ. അദ്ദേഹം കേരളത്തിലെ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്ന അർഹതപ്പെട്ട ലക്ഷക്കണക്കിന് വോട്ടർമാരുടെ പേര് പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു. അദ്ദേഹം ചട്ടപ്രകാരം മാർച്ച് 23 വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസരമുണ്ടായിട്ടും ആ അവസരം മാർച്ച് 15 ആവുമ്പോൾ റദ്ദാക്കുകയും മാർച്ച് 15-ന് ശേഷം അപേക്ഷ നൽകിയവരുടെ അപേക്ഷ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിൽ ഉൾപ്പെടുത്തുന്നതിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. അതിന് കാരണം ഉന്നത തലത്തിൽ നടന്നിട്ടുള്ള ഗൂഢാലോചനയാണ്.
UDFിനെ ചേർക്കാനുള്ള വോട്ടുകളെല്ലാം വ്യാജ വോട്ടർമാരുടേതടക്കം ചേർത്ത് കഴിഞ്ഞിരുന്നു എന്നു മാത്രമല്ല, അന്തിമ പട്ടിക പുറത്തു വന്നപ്പോൾ 140 അസംബ്ലി മണ്ഡലങ്ങളിൽ 94 മണ്ഡലങ്ങളിൽ വോട്ടർമാരുടെ പേര് എണ്ണം കുറയുകയാണ് ചെയ്തത്. 2025 വോട്ടർ പട്ടികയുമായി താരതമ്യം ചെയ്താൽ അന്ന് 2.85 കോടി വോട്ടർമാരാണ് ഉണ്ടായിരുന്നതെങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ച വോട്ടർ പട്ടിക പ്രകാരം 2.71 കോടി മാത്രമാണുള്ളത്. 2025 14 ലക്ഷം വോട്ടർമാരുടെ വോട്ട് പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. അങ്ങനെ ഒരു ഭാഗത്ത് 94 മണ്ഡലങ്ങളിൽ വോട്ടർ പട്ടികയിൽ അർഹതപ്പെട്ട വോട്ടർമാരുടെ വോട്ട് വെട്ടിക്കളഞ്ഞപ്പോൾ 46 മണ്ഡലങ്ങളിൽ, അത് വടക്കൻ കേരളത്തിൽ വോട്ടർമാരുടെ പേര് 10,000 മുതൽ 20,000 വരെ വർദ്ധിക്കുകയാണ് ചെയ്തത്. അത് അനർഹരെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു.